Hello guys, welcome to market analysis video. So today നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും നല്ലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി കുറച്ച് നാളായിട്ട് നല്ലൊരു വീക്ക്നെസ്സിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എത്താൻ വരെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ എന്നുള്ളത് മുമ്പൊരു റീടെസ്റ്റിംഗ് ഒക്കെ നടന്ന ഒരു ഏരിയ ആണ് ബാങ്ക് നിഫ്റ്റി. ഓൾമോസ്റ്റ് അവിടെ തന്നെ വീണ്ടും ബാങ്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് നമ്മളിവിടെ കാണുന്നത്. സോ നമുക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 5 മിനിറ്റ് ചാർട്ടിൽ നോക്കിയാൽ കണ്ടാൽ ഇന്ന് ഫസ്റ്റ് ഹാഫ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഫൈനലി ലാസ്റ്റ് അവറിൽ നല്ലൊരു റാലി ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു റേഞ്ച് തന്നെ ബ്രേക്ക് ഔട്ട് ഉണ്ട്. കഴിഞ്ഞ 3 ദിവസത്തെ ചാർട്ടിന്റെ ഒരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും. ശരിക്കും ഇന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒക്കെ നല്ലൊരു മൂവ്മെന്റ് ആണ്. അതായത് വേൾഡ് ബാങ്കിന്റെ ഒരു അപ്ഗ്രേഡ്, അതായത് ഇന്ത്യയുടെ ഗ്രോത്തിന്റെ ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. അതായത് മുമ്പ് അവർ കൊടുത്തിരുന്ന പോയിന്റ്സ് 6.6 ആയിരുന്നു. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്ത് 7.7% ഗ്രോത്ത് 2025 ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ള ഒരു വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും ഈ ഒരു നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റിയത്. സോ ഇതുപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനിവേ ഏതായാലും ഇപ്പോൾ ഓൾ ടൈം ഹൈയിലൊക്കെയാണ് ഡെയിലി ഹൈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ മൂവ്മെന്റ് വളരെ സ്ലോ ആണ് കുറച്ച് ദിവസമായിട്ട്. നിങ്ങൾക്ക് ഈ ഡെയിലി ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ നോക്കുമ്പോൾ തന്നെ വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലാണ്. കഴിഞ്ഞ 2 ദിവസം റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിഫ്റ്റിയിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിലും നിഫ്റ്റിയിൽ ഒരു റീട്രേസ്മെന്റിനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ഈ ഓൾ ടൈം ഹൈയിൽ ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടില്ല. ഇനി ഇത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഏത് ലെവലിലാണോ, ഏത് ഹൈ അപ്പർ ലെവലോ അല്ലെങ്കിൽ ഡൗൺ ലെവലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഡയറക്ഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.